മെലിത്ത ദ്വീപിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളൊക്കെയും കൈകൊണ്ട് പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു ജന്തു പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തുവിൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ശേഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് അവർ കാത്തു നിന്നു. വളരെ നേരം നിന്നിട്ടും ആപത്തൊന്നും കാണുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? മെലിത്ത ദ്വീപിൽ പൗലോസ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് പൗലോസ് നല്ലവനല്ല, അവൻ വേറെ രീതിയിൽ നിൽക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ജന്തു കൈക്കിലേക്ക് ചുറ്റി. ആരുടെ നേരെ? മെലിത്ത ദ്വീപിൽ നിന്നുകൊണ്ട് പൗലോസിൻ്റെ നേരെ. ശൗൽ പിന്നെ പൗലാവുന്നതാണ്. ശൗലായിരുന്നു നേരെ പിന്നെ പൗലായി. ഈ പൗൽ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ജന്തുവിനെ തീയിലോട്ടിട്ട് കുടഞ്ഞു കളഞ്ഞു. അന്നേരം അപ്പോൾ അവരെല്ലാം ആളെല്ലാം ഓർത്തു, ഇവനിപ്പോൾ ചാകും, ഇവൻ ചെയ്യുന്നതെല്ലാം തെറ്റാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇൻസൾട്ട് ചെയ്തു. പക്ഷേ അവർ നോക്കിയപ്പോൾ എന്തുവാ, പൗലോസ് നല്ലതായിട്ട് നിൽക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട് ഇവൻ ദേവൻ എന്നവർ പേര് വിളിച്ചു. ബൈബിൾ വാക്യമുണ്ട്, അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. കണ്ടോ, ദൈവം എത്രമാത്രം ശക്തനാണ്. കർത്താവ് മെലിത്ത ദ്വീപിൽ പൗലോസിന് അത്ഭുതം ചെയ്തു. ആ ജന്തു തൊടുകയോ അല്ലെങ്കിൽ കടിക്കുകയോ ഒന്നും ചെയ്യാതെ നീതിദേവി നീതി നടത്തി കൊടുത്തു. ദൈവം നീതി നടത്തി കൊടുത്തു. യേശുപ്പച്ചൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് രക്ഷപ്പെട്ടു. പൗലോസ് സാക്ഷ്യമായിട്ട് അവിടെ നിന്നു. ഇവർ പല പ്രയാണങ്ങളിൽ കപ്പൽ മുഖേനയാണ് ഇവർ യാത്ര ചെയ്യുന്നത്, പൗലും കൂട്ടരും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മെലിത്ത ദ്വീപിൽ ആ ജന്തുവിനെ കുടഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴെല്ലാവരും ഓർക്കും, ഇവൻ ഇപ്പം ചാകും, ഈ പൗൽ ഇപ്പം ചാകും കണ്ടോണെന്ന് അവർ പറഞ്ഞു. എന്നാലും അവൻ നേരെ നിന്ന് ദൈവത്തെ പുകഴ്ത്തിയപ്പോൾ ഇവൻ ദേവൻ എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ട് കടന്നു കളഞ്ഞു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ്? നമ്മൾ പലപ്പോഴും മനുഷ്യർ പറയുന്നത് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയും. പക്ഷെ നമ്മൾ യേശുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് സംഭവിക്കുന്നൊന്നുമില്ല. അവർക്ക് അനുഗ്രഹം മാത്രമായിരിക്കും. അനുഗ്രഹങ്ങളും അതിശയങ്ങളും അവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ കർത്താവ് നമ്മളെ അവരുടെ മുമ്പിൽ സാക്ഷ്യം വെക്കും. ആമീൻ.